Good morning. Good morning. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാ എടുത്തു നിർത്തിയത്? കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? അതിലെ പോയിന്റ്സ് അല്ലേ മക്കളെ പറഞ്ഞുകൊണ്ടിരുന്നത്? കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് അല്ലേ? ഓക്കെ, ശരി. അതില് എത്ര പോയിന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? എത്ര പോയിന്റ്സ് കംപ്ലീറ്റ് ആയി? എത്ര പോയിന്റ്സ് ആണ് കംപ്ലീറ്റ് ആയത്? 4 പോയിന്റ്സ്. ഓക്കെ, ശരി. വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം ക്ലിയർ ആണോ? ജസ്റ്റ് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം ട്ടാ. അതായത് കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ ഫുൾ ആയിട്ട് പറയുന്നില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് പോവാം ട്ടാ. അപ്പൊ കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞാല് ഈ ഒരു അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റായ പ്രവണത കാണിക്കുന്നതിനുള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത് പറഞ്ഞ എന്താ? സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ രീതികൾ, ഓർഗനൈസേഷൻ വളരെ കർശനമായിട്ടുള്ള, വളരെ ട്രഡീഷണൽ, പരമ്പരാഗതമായിട്ടുള്ള പണ്ടത്തെ കാലഹരണപ്പെട്ട അതേ രീതി തന്നെ ഫോളോ ചെയ്യുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കർശനമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന രീതി ഒരു ഫോളോ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ അവിടുത്തെ ഒരു വർക്ക് ഷെഡ്യൂൾ ആണെങ്കിലൊക്കെ അവിടുത്തെ എംപ്ലോയീസിന് കൺവീനിയന്റ് ആയ രീതിയിലല്ല വെക്കുന്നത്. അവര് പറയുന്ന സമയത്ത് വന്ന് വർക്ക് ചെയ്തോളണം, കൃത്യ ടൈമിൽ കയറണം, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് അത് പരമ്പരാഗതമായി തുടരുന്ന അതേ രീതികളും കർശനമായ രീതികളൊക്കെ തുടരുമ്പോ സ്വാഭാവികമായിട്ടും അത് വയലേറ്റ് ചെയ്യാനായിട്ട് എംപ്ലോയീസ് ചിലപ്പോൾ എന്ത് ചെയ്യാം? വയലേറ്റ് ചെയ്യപ്പെടാം. കാരണം അത്രയും ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല, വളരെ ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജോബ് എൻവയോൺമെന്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ചിലപ്പോ ചില സമയത്തെങ്കിലും ചില എംപ്ലോയീസ് എന്ത് ചെയ്യാം? വയലേറ്റ് ചെയ്യപ്പെടാം, അല്ലെ? അത് ലംഘിക്കാം. അതാണ് ഒന്നാമത്തെ സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അൺഫെയർ ട്രീറ്റ്മെന്റ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ എംപ്ലോയീസിനോടും ഒരു നല്ല നിഷ്പക്ഷമായ രീതിയല്ല ഇവർ ഫോളോ ചെയ്യുന്നത്. മാനേജ്മെന്റ് അവിടുത്തെ എംപ്ലോയീസിനോട് എല്ലാവരോടും ഒരുപോലെ പെരുമാറണ്ടേ, അല്ലെ? ഒരേ രീതിയിൽ പെരുമാറണ്ടേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു പക്ഷപാതമായ രീതിയിൽ, അതായത് ഒരു ബയാസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് കുറച്ചു പേരോട് ഒരു ഫേവറിസം, കുറച്ചു പേരോട് വേറൊരു രീതി, അങ്ങനെ ഫോളോ ചെയ്യുന്നു. അതിപ്പോ കോമ്പൻസേഷൻ കൊടുക്കുന്നതില് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊമോഷൻ കൊടുക്കുന്നതില്, ജോബ് അസൈൻമെന്റ്സ് കൊടുക്കുന്നതില്, അങ്ങനെ എല്ലാത്തിലും ആ ഒരു പാർഷ്യാലിറ്റി നിലനിൽക്കുന്നതിനെയാണ് അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് നല്ല രീതിയിലുള്ള ഒരു എല്ലാവരോടും ഒരുപോലെ അല്ല പെരുമാറുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഒരേ രീതിയിലുള്ളൊരു നിഷ്പക്ഷമായ ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തന്നെ വർക്ക് എടുക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള റിവാർഡുകളോ അല്ലെങ്കിൽ പ്രൊമോഷൻസോ കാര്യങ്ങളോ കിട്ടാതെ വരുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവർ അച്ചടക്കമില്ലായ്മ കാണിക്കാം, അല്ലെ? ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ? സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസും അൺഫെയർ ട്രീറ്റ്മെന്റും മനസ്സിലായോ? അത് രണ്ടും ക്ലിയർ അല്ലേ? ഒന്ന് റിപ്ലൈ ചെയ്തേ, എന്നാലും മിസ്സിന് മനസ്സിലാവുമോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, ശരി. അടുത്തത് ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാല് ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റ ചട്ടത്തിന്റെ അഭാവം. നോക്കി, ഇതില് വർക്കേഴ്സ് അവിടെ നല്ല രീതിയിൽ അവിടെ എംപ്ലോയീസ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ശരിയായിട്ടുള്ള ഒരു പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ശരിയായ ഒരു പെരുമാറ്റ ചട്ടം നമ്മൾ രൂപീകരിക്കണം. അത് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തില് എംപ്ലോയീസിന് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, അല്ലെ? ഈ സ്ഥാപനത്തിൽ ഇന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്, അതേ രീതിയിൽ നിങ്ങൾ പെരുമാറണം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം, അല്ലെ? അവരുടെ സുപ്പീരിയേഴ്സ് പറഞ്ഞു കൊടുക്കട്ടെ. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് അങ്ങനെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റ ചട്ടമില്ലാത്തത് കൊണ്ട് തന്നെ സുപ്പീരിയേഴ്സ് അത് വ്യക്തമായിട്ട് അവിടുത്തെ എങ്ങനെയുള്ള പെരുമാറ്റമാണ് ഇവിടെ കാഴ്ചവെക്കേണ്ടതെന്ന് എംപ്ലോയീസിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇതിലെ ഡിസിപ്ലിൻഡ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം എങ്ങനെയാണ്
അനാലിസിസ് ചെയ്യാനും അത് വിശകലനം ചെയ്യാനും അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡിസിപ്ലിൻഡ് അൺഡിസിപ്ലിൻഡ് ആക്ട് ഏതാണ്, ഡിസിപ്ലിൻഡ് ആക്ട് ഏതാണ്, അതിന്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സുപ്പീരിയേഴ്സ് വ്യക്തമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം, എപ്പോ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടുത്തെ എംപ്ലോയീസിനിടയിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടം ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. എംപ്ലോയീസിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യും. അതേസമയം അത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയേഴ്സ് അത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ അവർ ചിലപ്പോൾ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തേക്കാം. ക്ലിയർ ആണോ? ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട് മനസ്സിലായോ? ഓരോന്നും ഒന്ന് മനസ്സിലാക്കിക്കോണേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു അതിനുള്ളിൽ വരുന്ന കണ്ടന്റ് മനസ്സിലാക്കിയാൽ മതി നിങ്ങള്. അടുത്തത് ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ. എന്താ? ശരിയായിട്ടുള്ള ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ അല്ലെങ്കിൽ പരാതി പരിഹാര സംവിധാനത്തിന്റെ അഭാവം, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു പരാതി പരിഹാര സംവിധാനം ഇല്ല. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ശരിയായ രീതിയിലുള്ള ഒരു പരാതി പരിഹാര സംവിധാനം ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒരു അസംതൃപ്തി തോന്നുകയാണെങ്കിൽ നമുക്ക് പരാതിപ്പെടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കുറെ അധികം പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു പോകും അല്ലെ. അതേസമയം ഇവിടെ ശരിയായ രീതിയിലുള്ള ഒരു ഗ്രീവിയൻസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ശരിയായ ഒരു സംവിധാനം ഇല്ല ഒരു കമ്പനിയിൽ എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ എന്ത് ചെയ്യാണ്, ആ എംപ്ലോയീസിന് കുറെ പരാതികൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് അങ്ങനെ അവരോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, അത് അവരുടെ മൈൻഡിൽ ഇങ്ങനെ കൂടിക്കിടക്കാം അല്ലെ. അവിടെ ആ പരാതി അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അച്ചടക്കമില്ലായ്മയും കൂടുവോ? അതാണ് ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ എന്ന് പറയുന്നത്. ശരിയായ ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ അല്ലെങ്കിൽ പരാതി പരിഹാര സംവിധാനം ഇല്ലാത്തതിന്റെ പേരിലും ഇതുപോലെ അച്ചടക്കപരമായിട്ടുള്ള ലംഘനങ്ങൾ നടത്തിയേക്കാം. ക്ലിയർ ആണോ? ഈ 4 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? എങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്തതിലേക്ക് ഓരോ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി പോണേ. ഒരുമിച്ച് പഠിക്കണ്ട, ഓരോ പോയിന്റും ഒന്നൊന്ന് മനസ്സിലാക്കി പോവാട്ടാ. അപ്പൊ മിസ് ഇവിടെ പറയും, ഇനി പഠിപ്പിക്കുമ്പോഴും ഓരോ പോയിന്റ്സ് പറയുമ്പോ ഓക്കെ അല്ലെങ്കിൽ ചോദിക്കുമ്പോ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടി പറയണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഓരോ പോയിന്റ് വെച്ച് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരുപാട് ഈ പോയിന്റ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഈ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. ഇനി അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത കോഴ്സ് ആണ് ഇൻഎഫക്റ്റീവ് HR പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് ഇത്? ഇമ്പോർട്ടന്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആയത് അല്ലെങ്കിൽ കോഴ്സസ് ഏതൊക്കെ കോഴ്സസ് ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ അല്ലാതെ ഒരുപാട് ഉള്ളിൽ നിന്ന് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. കോഴ്സസിൽ ഉൾപ്പെടാത്തത് ഏത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളേ. ഓക്കെ, ശരി. നെക്സ്റ്റ് ഇൻഎഫക്റ്റീവ് HR പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താ? ശരിയായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു HR പോളിസിയോ പ്രൊസീജിയേഴ്സോ ഇല്ല എന്നുള്ളത്. നോക്കിയേ, ഒരു ഇൻഎഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് പോളിസി may lead to indiscipline and grievance among the employees. Therefore, effective and efficient human resource policies and proceedings are required by the management for controlling grievances, and hence the probability of misconduct and indiscipline can be reduced to a larger extent. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു വളരെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ഫലപ്രാപ്തിയിൽ എത്താത്ത ഹ്യൂമൻ റിസോഴ്സ് പോളിസികളും HR പോളിസികളും ഇതൊക്കെ ഇൻഡിസിപ്ലിനും അതുപോലെ തന്നെ ഗ്രീവൻസ് എംപ്ലോയീസിനിടയിൽ പരാതികൾ ഉണ്ടാവാനൊക്കെ വളരെയധികം കാരണമാകുന്നുണ്ട്. അതായത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള, വളരെ കാര്യക്ഷമതയോട് കൂടിയുള്ള, വളരെ ഫലപ്രാപ്തിയിലുള്ള നല്ല ഹ്യൂമൻ റിസോഴ്സ് പോളിസികൾ HR പോളിസികളൊക്കെ കൃത്യമായിട്ട്, അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ പ്രൊസീഡിങ്സും പോളിസികളും ഒക്കെ നല്ല രീതിയിൽ മാനേജ്മെന്റ് അവിടെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഒരുപാട് പരാതികൾ പരിഹരിക്കാൻ പറ്റില്ലേ? ഇല്ലേ? അവിടുത്തെ എംപ്ലോയീസിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ സജ്ജീകരിച്ചു കൊടുക്കുന്നു, എല്ലാ നടപടിക്രമങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതികൾ കുറവായിരിക്കില്ലേ? ആയിരിക്കോ? പരാതികൾ കുറവായിരിക്കില്ലേ കുട്ടികളെ? ആണോ? ശരിയായ രീതിയിലുള്ള നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് പരാതികളൊക്കെ കുറവായിരിക്കും അല്ലെ. അതുപോലെ തന്നെ അവിടെ ഒരു അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ തെറ്റായ പ്രവണത അല്ലെങ്കിൽ തെറ്റായ ഒരു പ്രവർത്തനങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയും കുറയ്ക്കില്ലേ? അതുകൊണ്ട് ഇല്ലേ, നമുക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഓക്കെ ആണ് എങ്കിൽ പിന്നെ അവിടെ നമ്മൾ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോകില്ല
അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ, അച്ചടക്കമില്ലായ്മ എന്ന കാര്യം നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, റിഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇൻഎഫക്റ്റീവ് HR പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പോളിസികളും പ്രൊസീജിയേഴ്സും അവിടെ നടപ്പിലാക്കുന്നുണ്ട്, മാനേജ്മെന്റ് അവിടെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസിലെ പരാതികൾ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ, അച്ചടക്കമില്ലായ്മയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനെയും നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേസമയം ഇത്തരത്തിൽ വളരെ ഫലപ്രദമായ ഒരു ഹ്യൂമൻ റിസോഴ്സ് പോളിസിയും പ്രൊസീജിയേഴ്സും ഇല്ല എങ്കിലാണ് അവിടെ ഗ്രീവിയൻസിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഡിസിപ്ലിൻ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ പോലെയുള്ള പ്രവർത്തനങ്ങളും എംപ്ലോയീസിനിടയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? 5th വൺ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഒരുപാട് ടൈമുകളെ അതൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ശരി. നെക്സ്റ്റ്, പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻ. അതായത് ഇവിടെ പെസിമിസ്റ്റിക് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു ധാരണ, അത് എംപ്ലോയീസിനിടയിലും എംപ്ലോയീസിന്റെ യൂണിയനിടയിലും മാനേജ്മെന്റിനെ പറ്റി ഒരു തെറ്റായ ധാരണ വരുന്നതിനെയാണ് ഇവിടെ പെസിമിസ്റ്റിക് പെർസെപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് the management is often ruined by the negative perception of employees and their trade unions. They also underestimate and point out even the good acts of management. As a result, the employees become strict against the actions of the management in various forms like poor performance and misconduct in their behavior. ഇവിടെ പറയുന്നത് നമ്മുടെ എംപ്ലോയീസിനിടയിൽ അതുപോലെ തന്നെ അവരുടെ ട്രേഡ് യൂണിയൻസ് ഉണ്ടല്ലോ ഇല്ലേ? നിങ്ങൾ ട്രേഡ് യൂണിയൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലേ? പഠിച്ചോ? അതോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ട്രേഡ് യൂണിയൻ പഠിച്ചില്ലേ? എന്താണ് രാവിലെ തന്നെ ഒരു റിപ്ലൈ ഇല്ലാതെ? ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? മിസ് ഇവിടെ ചോദിക്കുന്നില്ല. ആകെ കുറച്ച് പേര് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. അവരെങ്കിലും നമ്മളോടൊന്ന് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലാസ് നല്ലോണം മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ ക്ലാസ്സിലാകാവും നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് ക്ലാസ് തീർക്കാൻ പറ്റില്ല, പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് പിന്നെയും നമ്മൾ ചോദിക്കുന്നത്. വെറുതെ അങ്ങ് എടുത്തു പോകാനാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ക്ലാസ് വേഗം തീർക്കാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് മനസ്സിലാവുന്നില്ലേ, ക്ലിയർ അല്ലേ ഒരു ക്ലാസ്സിൽ എത്ര പ്രാവശ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കത് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ പിന്നെ നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. മിസ്സിനാണെങ്കിൽ ആകെ ആഴ്ചയിൽ ഒരു ക്ലാസ് ഇരിക്കുന്നുള്ളൂ. ആ ക്ലാസ്സിൽ നമുക്ക് മാക്സിമം പോർഷൻസ് എടുത്ത് പോകാനേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എക്സാമിന്റെ സമയത്ത് വരുമ്പോൾ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാണ്ട് വരും, കറക്റ്റ് ആ ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റാതെയും വരും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും കിട്ടുന്നില്ല. നിങ്ങൾ പഠിച്ചിരുന്നോ, ട്രേഡ് യൂണിയൻ പഠിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പോഴും റിപ്ലൈ ഇല്ല. ആകെ എന്തോ 5 6 പേരെ കയറിയിട്ടുള്ളൂ. ആ കയറി കുട്ടികളെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യണ്ടേ? ട്രേഡ് യൂണിയൻ പഠിച്ചോ? പഠിച്ചു. അപ്പൊ അത് വ്യക്തമായിട്ട് അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അവിടെ നമ്മുടെ ട്രേഡ് യൂണിയൻ ആയിക്കോട്ടെ, എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ട്രേഡ് യൂണിയൻസ് അല്ലെ? അപ്പൊ അവിടെ ട്രേഡ് യൂണിയൻസ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, അവരുടെ ഇടയിൽ നമ്മുടെ മാനേജ്മെന്റിനെ കുറിച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ധാരണ വരും. അപ്പൊ നമുക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കാണെങ്കിലും ഒരാളെ കുറിച്ചൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ധാരണ വന്നാൽ പിന്നെ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നെഗറ്റീവ് ആയിട്ടല്ലേ തോന്നുള്ളൂ അല്ലെ? നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന ആ വ്യക്തി ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത ആളായിക്കോട്ടെ, പിന്നെ നമുക്ക് ആ ഒരു രീതിയിലല്ലേ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ അല്ലെ? അവർ ചെയ്യുന്ന ചിലപ്പോൾ നല്ല കാര്യങ്ങളാവാം, പക്ഷെ എന്നാൽ പോലും നമ്മൾ അതൊരു തെറ്റായ രീതിയിലല്ലേ നമ്മൾ വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക അല്ലെ? അതേ രീതി തന്നെ ഇവിടെ എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിനിടയിലോ എംപ്ലോയി യൂണിയൻസിന്റെ ട്രേഡ് യൂണിയൻസിനിടയിലോ ഒക്കെ മാനേജ്മെന്റിനെ പറ്റി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ധാരണ വരുന്നു. അത് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണയും ആവാം.
അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ധാരണ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാനേജ്മെന്റിനെ നശിപ്പിക്കാം, അല്ലെ? എന്തുകൊണ്ടാ? അപ്പൊ അത്തരത്തിലുള്ള തെറ്റായ ധാരണ അല്ലെങ്കിൽ ഒരു അണ്ടർ എസ്റ്റിമേഷൻ നടത്താണ് നമ്മൾ അങ്ങനെ ഒരു തെറ്റായ ധാരണ നമ്മുടെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവൻ ദ ഗുഡ് ആക്ട്സ് ഓഫ് മാനേജ്മെന്റ്, എന്താ മാനേജ്മെന്റ് എടുത്ത നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ പോലും അത് നമ്മൾ തെറ്റായ രീതിയിൽ തന്നെയായിരിക്കും എടുക്കുക, അല്ലെ? നമുക്ക് മാനേജ്മെന്റ് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും ആ ഒരു ധാരണ, തെറ്റിദ്ധാരണ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ ശരിയായ രീതിയിലേക്ക് അതിനെ എടുക്കാൻ സാധ്യതയില്ല. ആ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അല്ലെ വില കുറച്ച് തന്നെയായിരിക്കും എപ്പോഴും കാണാൻ ശ്രമിക്കാം, ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലമായിട്ട് മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പൊ നമുക്കൊരു തെറ്റായ ധാരണ, ഒരു വ്യക്തിയെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അനുസരിക്കോ? ആ വ്യക്തി പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തെറ്റായിട്ട് നമുക്ക് തോന്നുള്ളൂ. അതുപോലെ തന്നെ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവോ? ഇല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പറയുന്ന പല പ്രവർത്തനങ്ങളുടെയും എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് എംപ്ലോയീസിന് തോന്നും. അപ്പൊ അവര് എന്തായിരിക്കും, മാനേജ്മെന്റ് പറയുന്ന പല കാര്യങ്ങളെയും കൃത്യമായിട്ട് മൈൻഡ് ചെയ്യാതെ ചിലപ്പോൾ അവരുടെ പുവർ പെർഫോമൻസ് കാഴ്ചവെക്കാം, അതല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തില് മോശമായ പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ മാനേജ്മെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കർശനമായ നടപടികളും പ്രതികരണങ്ങളും ആയിരിക്കും എംപ്ലോയീസ് കാഴ്ചവെക്കുന്നത്. അപ്പൊ പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മാനേജ്മെന്റിനെതിരായിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെ എംപ്ലോയീസിനും ട്രേഡ് യൂണിയൻസിന്റെയും ഇടയിൽ ഒരു തെറ്റായ, ഒരു നിരാശാജനകമായ ഒരു തെറ്റായ ധാരണ വരുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് മാനേജ്മെന്റ് ചെയ്യുന്ന പല നല്ല പ്രവർത്തനങ്ങളായിരിക്കാം, പക്ഷെ അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും അവര് വില കുറച്ചായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ മാനേജ്മെന്റ് പറയുന്ന പല കാര്യങ്ങളുടെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അതിനെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ മോശമായ പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കും, പെർഫോമൻസ് വളരെ പുവർ ആയിട്ടുമായിരിക്കും പോവുക. ക്ലിയർ ആണോ? പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻസ് മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഇവിടെ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറഞ്ഞാല് ആ ഓർഗനൈസേഷനിൽ എന്താണ് അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു സംസ്കാരമാണ്. അതായത് പണ്ടത്തെ ഓർഗനൈസേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അവിടെ മാനേജേഴ്സ് ഭയങ്കര ഹെഡായിട്ടിരിക്കുന്നതായിരുന്നു, അല്ലെ? അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ സബോർഡിനേറ്റ്സ് അനുസരിക്കണം എന്നുള്ള ഒരു രീതിയാണ്, ശരിയല്ലേ? അല്ലെ? അവർ എന്ത് പറഞ്ഞാലും അവരുടെ സബോർഡിനേറ്റ്സ് അനുസരിക്കുക. മാനേജർ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് അനുസരിക്കണം എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വന്നില്ലേ? ഇപ്പൊ മാനേജ്മെന്റും എംപ്ലോയീസും കൂടി ഒരുമിച്ച് സംസാരിച്ച് ഒരുമിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെ? ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലേക്ക് മാറി, ശരിയല്ലേ? ആ സ്ട്രിക്റ്റ് ആയ രീതിയിൽ നിന്നും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലേക്ക് മാറി. അതാണ് ഇവിടെ ഓർഗനൈസേഷൻ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയ ഓർഗനൈസേഷൻ കൾച്ചർ കമ്പനീസ് ഓഫ് വേരിയസ് ഫീച്ചേഴ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ and it influences the system of employee communication among themselves and also with others. Example, the employer of the company. ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറഞ്ഞാല് ആ കമ്പനിയുടെ കുറെ സവിശേഷതകൾ അവർ പാലിക്കുന്ന കുറേയധികം ഗുണവിശേഷങ്ങളാണ് നമ്മുടെ ഓർഗനൈസേഷൻ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു സംസ്കാരം അത് എംപ്ലോയീസിന്റെ ആശയവിനിമയത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മിലുള്ള ആ ഒരു സംസ്കാരം അവർ ഫോളോ ചെയ്തു വരുന്ന ആ ഒരു കൾച്ചർ എങ്ങനെയാണ്? ഞങ്ങൾ വലിയ ഹെഡായിട്ടിരിക്കുന്ന ആളുകളാണ്, നിങ്ങൾ സബോർഡിനേറ്റ്സ് ആണ് എന്ന രീതിയിലുള്ള ഒരു കൾച്ചർ ആണോ അവിടെ ഫോളോ ചെയ്യുന്നത്? The company may encounter addition in acts of employee indiscipline as a result of enhancing the systems attitude of employees in the existing culture. അപ്പൊ ഇത്തരത്തിലുള്ള സംസ്കാരം, അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അവിടെ എംപ്ലോയീസ് അവരുടെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരായ അടിമകളെ പോലെയാണ് പെരുമാറേണ്ടത്, ഞങ്ങൾ ഹെഡായിട്ടിരിക്കുന്ന ആളുകളാണ് എന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് അവിടെ നിലനിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കുറെ നാൾ കഴിയുമ്പോൾ എംപ്ലോയീസ് അതിനെതിരെ പ്രതികരിക്കോ? അത് എംപ്ലോയീസ് ഞങ്ങൾ അടിമയായിട്ട് നിന്നോളാം എന്ന് പറയോ? ഇപ്പത്തെ എംപ്ലോയീസ് ഒന്നും അങ്ങനെ നിൽക്കില്ല, അല്ലെ?
അവർ പ്രതികരിക്കും അല്ലെ. ആ പണ്ടത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു കൾച്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനോട് ഇവർ എന്ത് ചെയ്യും? റെസിസ്റ്റന്റ് ആറ്റിറ്റ്യൂഡ് കാണിക്കും അല്ലെ. ആ ഒരു പ്രതികരിക്കുന്ന ആ ഒരു മനോഭാവം കാണിക്കാൻ തുടങ്ങും, ആ ഒരു നിലവിലെ എക്സിസ്റ്റിംഗ് കൾച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട്. സോ ഓൺ ദ കോൺട്രറി, അതേസമയം അപ്പൊ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ തെറ്റായ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ ക്ഷമ നശിച്ചു കഴിയുമ്പോൾ എംപ്ലോയീസ് കാണിക്കാൻ സാധ്യതയില്ലേ? നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ പറയുന്നത് തന്നെ കേൾക്കണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് കുറെ നാൾ നമ്മൾ അത് സഹിച്ചൊക്കെ നിൽക്കും. പക്ഷെ കുറച്ച് നാളെ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചു പോവില്ലേ? പോവോ? അതേസമയം നമ്മളോട് വളരെ ഫ്രീക്വന്റ്ലി ഓൺ ദ കോൺട്രറി, നേരെ മറിച്ച് in the frequency of employees misconduct is often reduced due to peaceful and congenial culture prevailing in the organization. പക്ഷെ അതേസമയം ഈ ഒരു തെറ്റായ പെരുമാറ്റവും ആ അച്ചടക്കമില്ലായ്മയൊക്കെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു സംസ്കാരമൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് വളരെ സൗഹൃദപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒരു സംസ്കാരവും കൊണ്ടുവന്നാൽ പോരെ അല്ലെ? അവിടെ മാനേജ്മെന്റും അവിടുത്തെ എംപ്ലോയറും എംപ്ലോയീസും ഒക്കെ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദപരമായ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നതെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളോ അച്ചടക്കമില്ലായ്മയോ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? പറ്റുമോ? അപ്പൊ അവിടെ ആ മാനേജ്മെന്റിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരവും ആ ഒരു എംപ്ലോയീസിന് തെറ്റായ പ്രവണതയിലേക്ക് നയിച്ചേക്കാം എന്നതാണ് ഓർഗനൈസേഷണൽ കൾച്ചറിലൂടെ പറയുന്നത്. ക്ലിയർ ആണോ? ഓർഗനൈസേഷണൽ കൾച്ചർ ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണാണ് ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എന്താ? ശരിയായ ഒരു ആശയവിനിമയം ഇല്ലാത്തതിന്റെ അഭാവം. നോക്കിയേ, എ പ്രോപ്പർ two-way communication system is very important in the company for the purpose of making employees knowledgeable about the future working of the company. It also helps in taking regular feedback from employees about all the functioning of the company. അതായത് ഇവിടെ ശരിയായിട്ടുള്ള ഒരു two-way communication, അതായത് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ ശരിയായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ആശയവിനിമയ സംവിധാനം ഉണ്ട് എങ്കിൽ കമ്പനി നല്ലൊരു ആശയവിനിമയ സംവിധാനം ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് എംപ്ലോയീസിന് വളരെയധികം ഒരു അറിവ് എംപ്ലോയീസിന് ഉണ്ടാവും. ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന രീതിയിലുള്ള ഉദ്ദേശങ്ങളാണ് കമ്പനിക്കുള്ളത്. അതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ അവിടുത്തെ എംപ്ലോയീസിനുണ്ടാവും. കാരണം എന്താ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. It also help in taking regular feedback from the employees about all the functioning of the company. അതുപോലെ തന്നെ കമ്പനിയുടെ ആ എല്ലാ പ്രവർത്തനങ്ങളിലും പതിവായിട്ടുള്ള ഫീഡ്ബാക്കുകളും എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ കുറവുകളുണ്ട് അതൊക്കെ ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ when such an effective system is absent, ഇത്തരത്തിലുള്ള ഒരു നല്ല ആശയവിനിമയ സംവിധാനം ഇല്ല എങ്കിൽ, ആ ഒരു കമ്പനിയിൽ ഇല്ല എങ്കിൽ എന്ത് പറ്റും? അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ? അവിടുത്തെ എംപ്ലോയീസിന്റെയും മാനേജ്മെന്റിനും ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിൽ ഡിറ്റക്റ്റീവ് ഇൻഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഡിസ്റ്റർബൻസ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ലീഡിംഗ് ടു മിസ്കണ്ടക്ട് ആൻഡ് മിസ്ബിഹേവിയർ. എന്താ? അവിടെ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്ത് പറ്റും? പല കാര്യങ്ങളും അവിടെ എംപ്ലോയീസ് അറിയാതെ വരും അല്ലെ? പല പർപ്പസുകൾ, ഇപ്പൊ ഭാവിയിലേക്കുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസ് പല സമയത്തും ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം അവർക്ക് പല കാര്യങ്ങളും അവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായിട്ട് തെറ്റായ പ്രവർത്തനങ്ങളോ രീതികളോ കാണിക്കാൻ, പെരുമാറ്റങ്ങളോ ഒക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ശരിയായ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, two-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടത്താനും പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുത്ത് വളരെ ഇംപ്രൂവ്മെന്റോട് കൂടി തന്നെ ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ആ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ നല്ല ആശയവിനിമയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഇല്ല എങ്കിൽ അതിനനുസരിച്ച് എംപ്ലോയീസ് ഡിസ്റ്റർബ് ആവാനും അതിനനുസരിച്ച് അവരുടെ ഒരു തെറ്റായ പ്രവർത്തനങ്ങളോ രീതികളോ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയോ കാണിക്കാനും സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കോഴ്സസിൽ
8 പഠിച്ചു. സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ പഠിച്ചു. അൺഫെയർ ട്രീറ്റ്മെന്റ് പഠിച്ചു. ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട് പഠിച്ചു. ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ പഠിച്ചു. ഇൻഎഫക്റ്റീവ് HR പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പഠിച്ചു. പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കൾച്ചറും. ലാസ്റ്റ് പഠിച്ചത് ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവുമാണ്. ഇവിടെ വരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ റൂള് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഒന്നുമില്ല ഇതില്. വളരെ എളുപ്പത്തിൽ ഒന്ന് മനസ്സിലാക്കി വെച്ച് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡ് ഫോർട്ട് സ്റ്റൗ റൂൾ എന്നാണ് ഇതിന്റെ പേര്. റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റൗ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ പറയില്ലേ, എന്താണ് സ്റ്റൗ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ചൂടായിരിക്കുന്ന സ്റ്റൗ ആണെങ്കിൽ അതിൽ തൊട്ടാൽ എന്ത് പറ്റും? തൊട്ടാൽ എന്ത് പറ്റും? ഒന്നും പറ്റൂലേ? ചൂടായിരിക്കുന്ന റെഡ് കളർ ആയിരിക്കുന്ന, നല്ല ചൂടായ റെഡ് കളർ ആയിരിക്കുന്ന ഒരു സ്റ്റവ്, അതിൽ നമ്മൾ കൈ തൊട്ടാൽ എന്ത് പറ്റും? എന്താ പറ്റുക? ഒന്നും പറ്റൂല. പൊള്ളും അല്ലെ? ബേൺ ആവും അല്ലെ? കൈ പൊള്ളും അല്ലെ? അതേ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ റെഡ് ഹോട്ട് സ്റ്റവ് ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Continuous support of subordinates is very important for the effective and efficient working of the manager. അല്ലെ? ഒരു മാനേജറുടെ നല്ല രീതിയിൽ അവർക്ക് വളരെ കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സിന് നല്ല രീതിയിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ആവശ്യമല്ലേ? സപ്പോർട്ട് ആവശ്യമല്ലേ? അവരുടെ സബോർഡിനേറ്റ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താലല്ലേ ഒരു മാനേജറെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഒരു മാനേജർ മാത്രം വിചാരിച്ചത് കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപനം വലിയ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവോ? ഇല്ല. അവരുടെ കീഴ് ഉദ്യോഗസ്ഥരും കൂടി നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് മാനേജറും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? വർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? But when an employee violates the rule, the disciplinary action taken by the manager against such employee rights give him pain and generate bitterness. എന്താ? പക്ഷെ ഈ എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. അവർ ഈ നിയമങ്ങളൊക്കെ ലംഘിക്കുകയാണ്. ഡിസിപ്ലിൻ ഒന്നും നല്ല രീതിയിൽ ചെയ്ത് അച്ചടക്കമൊന്നും കാണിക്കുന്നില്ല. അവർ എല്ലാ നിയമങ്ങളും ലംഘിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ മാനേജർ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കില്ലേ? അച്ചടക്ക ലംഘനവുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടികൾ എടുക്കും ഇല്ലേ? ചിലപ്പോൾ പണിഷ്മെന്റ് ആയിരിക്കാം, വാർണിംഗ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള അച്ചടക്ക നടപടികൾ എടുക്കും. അങ്ങനെ ഒരു എംപ്ലോയീസിനെതിരെ അവരുടെ അവകാശങ്ങൾക്കെതിരെ അത്തരത്തിലുള്ള ഒരു മാനേജർ ഒരു അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പണിഷ്മെന്റോ വാർണിംഗോ പോലെയുള്ള അച്ചടക്ക നയങ്ങൾ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് നടത്തുമ്പോൾ അത് എംപ്ലോയീസിന്റെ മൈൻഡില് അല്ലെങ്കിൽ ഒരു വിഷമമോ വേദനയോ അല്ലെങ്കിൽ ഒരു കയ്പ് നിറഞ്ഞൊരു അനുഭവമായിട്ട് മനസ്സിൽ കിടക്കോ? കാര്യം നമ്മൾ ഇപ്പൊ നമ്മളൊരു എംപ്ലോയി ആണ്, കാര്യം നമ്മൾ റൂൾസ് ലംഘിച്ചിട്ടാണ് അവർ നമ്മളെ പണിഷ് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മുടെ മൈൻഡിൽ എന്നാലും എന്റെ മാനേജർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു വേദനയോ അല്ലെങ്കിൽ ഒരു കയ്പ് നിറഞ്ഞൊരു ഫീലിങ്സോ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ലേ? എംപ്ലോയീസിന്റെ മൈൻഡിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു ഫീലിങ്സ് അവരിൽ ഉണ്ടാവരുത് അല്ലെ? അത് മാറ്റി നിർത്തിക്കൊണ്ട് നോക്കിയേ, ദ വേ ടു എൻഫോഴ്സ് ഡിസിപ്ലിൻ. പക്ഷെ നമുക്ക് അവിടെ ഡിസിപ്ലിൻ കൊണ്ടു വരണം, എന്നാൽ അവരിൽ ഇത്തരത്തിലുള്ള ഡിവോയ്ഡ് ഓഫ് ബിറ്റർനെസ്, അത്തരത്തിലുള്ള ഒരു കയ്പ് നിറഞ്ഞ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവാനും പാടില്ല. അങ്ങനെ ഇതൊരു മേജർ ഇഷ്യൂ ആണ്. എങ്ങനെ നമുക്ക് ഈ ഇത്തരത്തില് നമുക്കൊരു വിഷമമോ ബുദ്ധിമുട്ടുകളോ അവർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഇത് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഡിസിപ്ലിനറി ആക്ഷൻസ് നടത്താം എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാനേജേഴ്സ് ഫോളോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു റൂളാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത്. അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേരൊന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ഫോർമുലേറ്റഡ് ബൈ ഡഗ്ലസ് മക്വിഗർ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. റെഡ് ഹോട്ട് സ്റ്റൗ റൂള് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? ഫോർമുലേറ്റഡ് ബൈ ഡഗ്ലസ് മക്വിഗർ കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. Which correlated situation of touching a hot stove and the act of discipline. ഇവിടെ ഈ ഒരു നിയമത്തില്
നമ്മൾ ഡിസിപ്ലിനാ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഡിസിപ്ലിന്റെ പ്രവർത്തനമാണ്, അതായത് ഡിസിപ്ലിനറി ആക്ഷനും നമ്മളൊരു ഹോട്ട് സ്റ്റൗവിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനും തമ്മിൽ ഒരുമിച്ച് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നിയമം രൂപീകരിച്ചിരിക്കുന്നത്. ദിസ് റൂൾ ഗൈഡ് ദ മാനേജർ ഇൻ മെയിൻറ്റെയിനിങ് ദ ഡിസിപ്ലിൻ. അപ്പൊ അവിടെ ആ ഒരു മഗ്രിഗർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നേ. വിച്ച് കോറിലേറ്റ് എ സിറ്റുവേഷൻ ഓഫ് ടച്ചിങ് എ ഹോട്ട് സ്റ്റൗ ആൻഡ് ആക്ട് ഓഫ് ഇൻഡിസിപ്ലിൻ. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ. ഇനി ഈ റൂളില് മാനേജേഴ്സിന് നമുക്ക് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഗൈഡ് പോലെ, ഒരു ഒരു ഗൈഡ് പോലെ നമുക്ക് ഈ ഒരു നിയമം മാനേജറിന് ഉപയോഗിക്കാം. ഇനി ഈ നിയമത്തിൽ പറയുന്ന കുറച്ച് പ്രിൻസിപ്പിൾ അതുകൂടി പറഞ്ഞു നിങ്ങൾക്ക് ഈ നിയമം എന്താണെന്ന് വ്യക്തമായിരിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് റെഡ് ഹോട്ട് സ്റ്റൗ. റെഡ് ഹോട്ട് സ്റ്റൗവിന്റെ പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. എന്താ? ഉടനടിയുള്ള പ്രവർത്തന തത്വം. എന്തായിരിക്കും ഉടനടിയുള്ള പ്രവർത്തനങ്ങൾ? അതുമായി ബന്ധപ്പെട്ട തത്വം. ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്ട് ടു എവരി പേഴ്സൺ ദാറ്റ് ഇഫ് ഹി ടച്ചസ് എ ഹോട്ട് സ്റ്റൗ ഹി വിൽ ഗെറ്റ് ബേൺഡ്. അല്ലെ? Similarly, as soon as any kind of misconduct is done by the employee, the manager should immediately take action against the employee. അപ്പൊ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ഹോട്ട് സ്റ്റൗവില് പോയി ടച്ച് ചെയ്യുമ്പോൾ ആരാണോ ടച്ച് ചെയ്യുന്നത് ആ വ്യക്തിയുടെ കൈ പൊള്ളുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അല്ലേ? പൊള്ളുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതേ രീതിയിൽ തന്നെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടൊന്ന് ചിന്തിച്ചു നോക്കേ. അതേ രീതിയിൽ തന്നെ സിമിലർലി ആസ് സൂൺ ആസ് എനി കൈൻഡ് ഓഫ് മിസ്കണ്ടക്ട്, അവിടുത്തെ എംപ്ലോയീസ് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്കമില്ലായ്മ കാഴ്ചവെച്ചാൽ ആ എംപ്ലോയീസിനെതിരെ മാനേജർ എന്ത് ചെയ്യണം? ഉടനടി ആക്ഷൻ എടുക്കണം എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. മനസ്സിലായോ? റെഡ് ഹോട്ട് സ്റ്റൗവിൽ നമ്മൾ തൊടുമ്പോ, ഹോട്ട് സ്റ്റൗവിൽ നമ്മൾ തൊടുമ്പോ അവിടെ യാതൊരുവിധ സമയ ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ല അല്ലെ? നമുക്ക് പൊള്ളാനായിട്ട് ഉടനെ തന്നെ നമ്മുടെ കൈ കൊള്ളുന്നില്ലേ? കൊള്ളുന്നുണ്ടോ? ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കൈ കൊള്ളുന്നില്ലേ? ഉണ്ട് അല്ലെ? അതേ രീതിയിൽ തന്നെ ഇവിടെ മാനേജറും എന്ത് ചെയ്യാ? ഒരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവർത്തനങ്ങൾ എംപ്ലോയീസ് കാഴ്ചവെച്ചാൽ അതിന് ഒരു സമയം പോലും കൊടുക്കാതെ ഉടനെ തന്നെ അതിനെതിരെ എന്ത് ചെയ്യുക? ജീവനക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? അത് ഒന്നാമത്തത് മനസ്സിലായോ? സെക്കൻഡ് വൺ പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. എന്താ? മുന്നറിയിപ്പിന്റെ തത്വം. അതായത് ഇറ്റ് ഈസ് വെരി വെൽ നോൺ ടു ദ പേഴ്സൺ ദാറ്റ് ആഫ്റ്റർ ടച്ചിങ് ദ റെഡ് ഹോട്ട് സ്റ്റൗ ഹി വുഡ് ഗെറ്റ് ബേൺഡ്. എന്താ? ഇപ്പൊ നമുക്ക് ഇപ്പോഴും എല്ലാ സെന്റൻസും അത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ഓൾറെഡി അറിയാം, അതായത് റെഡ് ഹോട്ട് സ്റ്റൗ വളരെ ചുവന്ന് പഴുത്തിരിക്കുന്ന ഒരു സ്റ്റൗവിലാണ് നമ്മൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ ടച്ച് ചെയ്തതിനു ശേഷം നമ്മുടെ കൈ എന്ത് ചെയ്യും? പൊള്ളും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ട് ആണ് അല്ലെ? അപ്പൊ അതേ രീതിയിൽ തന്നെ എംപ്ലോയീസിനും എന്ത് അവെയർ ആയിരിക്കണം? ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, അത് ടച്ച് ചെയ്താല് പൊള്ളും എന്നൊരു അവയർനെസ് നമുക്ക് തരാറില്ലേ? ചെറുപ്പത്തിൽ നമുക്ക് അമ്മമാര് തരാറില്ലേ? തരാറുണ്ടോ? നിങ്ങൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ പൊള്ളും എന്ന് പറഞ്ഞു തരാറില്ലേ? അതേ രീതിയിലുള്ള ഒരു അവയർനെസ് ആർക്ക് കൊടുക്കണം? എംപ്ലോയീസിന് കൊടുക്കണം. എന്തിന്റെ ബേസിസിലാ? The employee should be aware of the punishment they will get after violating the rules or committing any mistake. എന്താ? അവരിതുപോലെ റൂൾസ് ലംഘിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന പണിഷ്മെന്റുകൾ അല്ലെങ്കിൽ ശിക്ഷകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ശിക്ഷകളെ കുറിച്ച് കൃത്യമായ ഒരു അവയർനെസ് ആർക്ക് കിട്ടിയിരിക്കണം എന്നാ പറയുന്നത്? അവിടുത്തെ എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. ക്ലിയർ ആണോ? രണ്ടാമത് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് എന്താന്നുള്ളത്, അവർക്ക് എന്തൊക്കെ പണിഷ്മെന്റ് കിട്ടും എന്നുള്ള ഒരു അവയർനെസ്സും അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കണം. മൂന്നാമത് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. എന്തായിരിക്കും പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ദിസ് പ്രിൻസിപ്പിൾ സേ ദാറ്റ് each person who touches the red hot stove will get burned by the burn. അല്ലെ? The red hot stove does not see who is touching it. ഇവിടെ ഏത് വ്യക്തി കൈ തൊട്ടാലും പൊള്ളില്ലേ?
അല്ലാതെ റെഡ് ഹോട്ട് ആ ഒരു സ്റ്റവിന് അറിയോ അത് ഇന്ന ആളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ വലിയ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണോ അത് ടച്ച് ചെയ്യുന്നത്, അപ്പൊ ഈ ആൾക്ക് കൊള്ളണ്ട, അങ്ങനെ ചെയ്യോ? ഇല്ല. ആരാണെന്നൊന്നും ആ സ്റ്റവിന് അറിയില്ല അല്ലെ, ആര് തൊട്ടാലും കൊള്ളും. ശരിയല്ലേ? ആണോ? ആര് തൊട്ടാലും കൊള്ളും അല്ലെ, അത് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് മാത്രമേ കൊള്ളുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ. കാരണം ആ സ്റ്റവിന് അറിയില്ല ആരാണ് എന്നെ ടച്ച് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. അതേപോലെ തന്നെ in this the same way the disciplinary action should be equal for all the employees. അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും തുല്യമായ രീതിയിലായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻസ് നടത്തേണ്ടത്. മനസ്സിലാവുന്നോ? അല്ലാതെ കുറച്ചു പേർക്ക് ഒരു രീതി, കുറച്ചു പേർക്ക് മറ്റൊരു രീതി, അങ്ങനെ വരരുത്. The manager must show an equal level of judgment to all employees. എല്ലാവർക്കും ഒരേ ന്യായമായ രീതിയിലുള്ള ജഡ്ജ്മെന്റുകളാണ് നടത്തേണ്ടത്. അതിനനുസരിച്ച് എല്ലാവർക്കും തുല്യമായ രീതിയിൽ തന്നെ, അതിൽ ഏത് എംപ്ലോയി എങ്ങനെ പ്രവർത്തിച്ചാലും അവർ എന്ത് തെറ്റാണോ ചെയ്തത് അതിനനുസരിച്ച് എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള ഡിസിപ്ലിനറി നടപടികളായിരിക്കണം സ്വീകരിക്കേണ്ടത്. ക്ലിയർ ആണോ? പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി മനസ്സിലായോ? എളുപ്പമല്ലേ ഇത്? വളരെ സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളൂ കേട്ടോ. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി, ഇത് കൂടി ഉള്ളൂ കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല് on touching a red hot stove, every person will burn his fingers in the same way. അല്ലെ, എല്ലാവർക്കും കൊള്ളുന്നത് ഒരുപോലെ തന്നെയാ ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ. ശരിയല്ലേ? നമ്മൾ ഏത് ഫിംഗേഴ്സ് ആണ് വെക്കുന്നത് ആ ഫിംഗേഴ്സിലെല്ലാം കൊള്ളൽ വരുന്ന ഒരുപോലെയാ. അതേപോലെ തന്നെ ഈ പ്രിൻസിപ്പിൾ ഓഫ് റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ സേ ദാറ്റ് disciplinary action should be consistent for all employees. എല്ലാവർക്കും സ്ഥിരമായ രീതിയിൽ തന്നെ ആയിരിക്കണം. Managers should impose the same punishment ആയിരിക്കണം എല്ലാവർക്കും കൊടുക്കേണ്ടത്. അതായത് everybody regardless of the fact whether the violator is male or female. ഇതൊരു വയലേറ്റർ, ലംഘനം നടത്തുന്ന എന്താണ് അച്ചടക്കമില്ലായ്മ നടത്തുന്നത് മെയിലാണെങ്കിൽ അവർക്ക് ഒരു രീതിയിലുള്ള പണിഷ്മെന്റ്, ഫീമെയിൽ ആണെങ്കിൽ വേറെ രീതിയിലുള്ള പണിഷ്മെന്റ്, അങ്ങനെ ഒന്നും പാടില്ല. എല്ലാവർക്കും സ്ഥിരമായ കൺസിസ്റ്റന്റ് ആയ രീതിയിലുള്ള സെയിം പണിഷ്മെന്റ്. അവര് മെയിലോ ഫീമെയിലോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, സെയിം ആയിട്ടുള്ള പണിഷ്മെന്റുകൾ എല്ലാവർക്കും നൽകുക. അതുപോലെ തന്നെ എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ ജഡ്ജ്മെന്റ് ചെയ്ത് ഒരേ രീതിയിലുള്ള പണിഷ്മെന്റുകൾ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും കൃത്യമായി നമ്മൾ ചെയ്യുന്ന വയലേഷൻ എന്തൊക്കെയാണ് പണിഷ്മെന്റുകൾ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ അവർ ഒരു പ്രാവശ്യം ഒരു ലംഘനം നടത്തിയാൽ ഉടനടി അതിനെതിരെ നടപടി എടുക്കുക. ക്ലിയർ ആണോ? ഇതെത്രയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റെഡ് ഹോട്ട് സ്റ്റവ് റൂളിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസിയും പറഞ്ഞു. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേര് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഒരു റെഡ് ഹോട്ട് സ്റ്റവിനെ ടച്ച് ചെയ്യുന്ന സിറ്റുവേഷൻ, അതിനെ നമ്മൾ ഡിസിപ്ലിന്റെ ആക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പഠിച്ചത് അല്ലെ? കണക്ട് ചെയ്തല്ലേ പഠിച്ചത്? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളോട് ഒരുമിച്ച് കണക്ട് ചെയ്ത് പറയുന്ന ഒരു റൂളാണ് റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ മാനേജറിന് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ നടപ്പിലാക്കണമെങ്കിൽ ഈ ഒരു റൂള് വെച്ചിട്ട് ചെയ്യാം. ആ റൂളിൽ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വിഷമമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവുകയുമില്ല. കാരണം അവർക്ക് ഓൾറെഡി അറിയാം ഞാൻ ഇന്ന തെറ്റ് ചെയ്താൽ എനിക്ക് ഇന്ന പണിഷ്മെന്റ് കിട്ടുന്ന അവര് അവെയറാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം അവർ എന്ത് ചെയ്യും, തെറ്റ് ചെയ്യാതിരിക്കാനും നോക്കും. ഓക്കെ ആണോ? റെഡ് ഹോട്ട് സ്റ്റവ് റൂള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ടേ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ്, ഹാൻഡ്ലിംഗ് എംപ്ലോയി ഇൻഡിസിപ്ലിൻ ഓർ ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഇനി ഇത്തരത്തില് അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകള് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ഡിസിപ്ലിനറി പ്രൊസീജിയർ ഓർ ആക്ഷൻ is a systematic approach used by an employer to manage indiscipline at the workplace. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലെങ്കിൽ ആക്ഷൻ എന്താ, അച്ചടക്കപരമായിട്ടുള്ള ഒരു അച്ചടക്കവുമായി ബന്ധപ്പെട്ട എന്താണ് പ്രവർത്തനങ്ങള്, അച്ചടക്കം
കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു സമീപനമാണ്. അത് വർക്ക് പ്ലേസില് എംപ്ലോയീസിന് എംപ്ലോയർ അവരുടെ എന്താണ് ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് ഡിഫൈൻ ഓൾ കൈൻഡ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അതിൽ ഏത് തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ഡിസിപ്ലിൻ ഉണ്ട്, അച്ചടക്കം പരമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ തരമുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, അതിന്റെ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്ക് എന്തൊക്കെ മുന്നറിയിപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസിപ്ലിനറി ഇന്റർവ്യൂസ്, അതുപോലെ തന്നെ ടൈം ഡ്യൂറേഷൻ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ അവർ അച്ചടക്കമില്ലായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു ടൈം ഡ്യൂറേഷൻ എത്രയാണ്, അതുപോലെ റൈറ്റ്സ് ഓഫ് അപ്പീലിനുള്ള അവകാശങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഡിഫൈൻ ചെയ്യുന്ന ഒരു വ്യവസ്ഥാപിതമായ സമീപനമാണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ ഓർ ആക്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇനി പഠിച്ചു കഴിയുമ്പോൾ അത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പൊ അത് വ്യക്തമായിട്ട് മനസ്സിലായിക്കോളും. കാരണം കുറെ അധികം എന്താണ് സ്റ്റെപ്പുകളിലൂടെ നമ്മളത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് പറഞ്ഞു കാര്യമില്ല, അത് പഠിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആയിട്ട് പൊക്കോളും കേട്ടോ. ഇനി അക്കോർഡിംഗ് ടു മൈക്കൽ ജെ ജൂസിയസ്, disciplinary action means the steps taken on disobedience of an order and to remove the reasons of such disobedience. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ചോദിക്കാറുണ്ട്, ആ വ്യക്തിയുടെ പേര് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ആ ഡെഫിനിഷനും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഡെഫിനിഷൻസ് തന്നിട്ട് ഇത് ആരാണ് ആരുടെ അഭിപ്രായത്തിലുള്ളതാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേര് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. മൈക്കൽ ജെ ജൂസിയസ് ആണ് ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻസ് സ്റ്റെപ്സ് എന്താ ടേക്കൺ ഓൺ ഡിസൊബീഡിയൻസ് ഓഫ് ആൻ ഓർഡർ. നമ്മുടെ എംപ്ലോയീസിനോട് നമ്മൾ ഒരു ഉത്തരവ് പറഞ്ഞു, ഒരു ഓർഡർ കൊടുത്തു, ഇന്ന കാര്യം ചെയ്യുക എന്നൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോ അവർ ആ ഒരു ഉത്തരവ് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ലംഘിക്കുകയാണ്, അത് എന്താണ് അനുസരിക്കാതെ അത് ലംഘിക്കുന്നു അല്ലെ, ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവ് അനുസരിക്കാതിരിക്കുന്നതിനെ എതിരെ അനുസരിക്കാതിരിക്കുന്നതിനെതിരെ നമ്മൾ എടുക്കുന്ന നടപടികളെ അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന സ്റ്റെപ്സിനെയാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ടു റിമൂവ് ദ റീസൺ ഓഫ് സച്ച് ഡിസൊബീഡിയൻസ്. അപ്പൊ ഇത്തരത്തില് അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർ എന്തുകൊണ്ട് അനുസരിക്കാതിരിക്കുന്നു, അതിനുള്ള കുറെ കാരണങ്ങൾ ഉണ്ടാവും അല്ലെ. അവർക്ക് അതിന് കുറെ കാരണങ്ങൾ ഉണ്ടാവില്ലേ. ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ട് നമ്മളവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാണ്, നിങ്ങൾ ഇന്ന കാര്യം അനുസരിക്കാൻ നീ പോയി ചെയ്തേ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യാണ്ടിരിക്കും. അപ്പൊ അതിനെ ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് കുറെ കാരണങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അമ്മ പറയുന്ന കാര്യം ചെയ്യാതിരിക്കാൻ നമുക്ക് കുറെ റീസൺസ് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അപ്പൊ അത്തരത്തില് ആ ഒരു അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ അനുസരണയില്ലായ്മ എന്താണ്, അതിനെ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു ഓർഡർ അനുസരിക്കുന്നില്ല, അത് ഉണ്ടാവാൻ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ മാറ്റുക, അതുപോലെ അത്തരത്തിൽ ആ ഉത്തരവ് അനുസരിക്കാതിരിക്കുന്നതിനെ മാറ്റുക, അതിന്റെ കാരണങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നമ്മൾ സ്വീകരിക്കുന്ന നടപടികളെയാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് ഇനി ഒരു അനുസരിക്കാതിരിക്കലോ അല്ലെങ്കിൽ ലംഘനമോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ലംഘനമോ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കലോ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിനെ മാറ്റുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെയാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡിസിപ്ലിനറി ആക്ഷൻ എന്താണ് പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് സ്റ്റെപ്സ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഡിസിപ്ലിനറി പ്രൊസീജിയറിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്പുകളാണ് കേട്ടോ പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഡിസിപ്ലിനറി പ്രൊസീജിയർ ഇൻവോൾവ് വേരിയസ് സ്റ്റെപ്സ് വിച്ച് ആർ ആസ് ഫോളോസ്. താഴെ പറയുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. എന്താ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ? പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം അല്ലെ. ഇപ്പോ no disciplinary action can be taken by the management until they are confirmed about the misconduct done by any employee. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു എംപ്ലോയി ഒരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവണതയോ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയോ കാണിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ അവർക്കെതിരെ നമ്മൾ നടപടികൾ സ്വീകരിക്കാൻ പോവാണ്.
അങ്ങ് ഉടനെ തന്നെ നമ്മൾ നടപടികൾ സ്വീകരിക്കാന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇവിടെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാന്നുള്ളതല്ല അല്ലെ. ആദ്യം എന്ത് ചെയ്യണം, ആ ഏത് എംപ്ലോയി ആണോ ആ ഒരു തെറ്റായ പ്രവർത്തനം കാഴ്ചവെച്ചത് അവർ അത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടോ, അത് ശരി തന്നെയാണെന്ന് ഉറപ്പുവരുത്തണ്ടേ. മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ട് അവരെ ശിക്ഷിക്കുകയാണോ വേണ്ടത്? അല്ല, അല്ലെ. അവർ അത്തരത്തിലുള്ള ഒരു മിസ്കണ്ടക്ട് ശരിക്കും ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം കൺഫേം ചെയ്യണം, വേണ്ടേ? അതാണ് ഇവിടെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിലൂടെ ചെയ്യുന്നത്. നോ ഡിസിപ്ലിൻ, അതുപോലെ തന്നെ അത്തരത്തില് അവരൊരു തെറ്റായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാതെ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാതെ യാതൊരു വശാലും മാനേജ്മെന്റ് അവർക്കെതിരെ ഒരു അച്ചടക്ക നടപടികളും സ്വീകരിക്കാൻ പാടില്ല. ഓക്കെ, ഫോർ ദിസ് അതോറിറ്റീസ് കണ്ടക്ട് എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇത്തരത്തിൽ ഇവർ ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ അധികാരികള് ഒരു പ്രാഥമിക അന്വേഷണം നടത്തും ഇതുമായി ബന്ധപ്പെട്ട്. The main aim of this preliminary investigation is to confirm whether any violation has been conducted or not and what is the severity of that violation. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ആ ഒരു പരിശോധന നടത്തിയതിന്റെ പ്രധാന ലക്ഷ്യം എന്താ? ഇവർ ആ ഒരു വയലേഷൻ നടത്തിയിട്ടുണ്ടോ, ആ ഒരു ലംഘനം നടത്തിയിട്ടുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാം. ഇനി ഉണ്ടെന്നാണെങ്കിൽ ആ ഒരു വയലേഷന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. Then, depending upon the degree of severity of violation, the investigating officer can either warn or give a charge sheet to the accused if the violation is minor, and they take strict action like termination in case of major violation of rules. എന്താ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വയലേഷൻ നടത്തിയിട്ടുണ്ട്, അതിന്റെ സിവിയറിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആ വയലേഷന്റെ ആ ഒരു തീവ്രതയ്ക്ക് അനുസരിച്ച് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ത് ചെയ്യുന്നു? ഒന്നില്ലെങ്കിൽ അവർക്ക് വാണിംഗ് കൊടുക്കാം, മുന്നറിയിപ്പ് കൊടുക്കാം, അല്ലെ. ഇനി മേലാൽ ഇങ്ങനത്തെയുള്ള വാണിംഗ് വളരെ കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം വാണിംഗ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ അക്യൂസ് ചെയ്ത തെറ്റ് ചെയ്ത വ്യക്തിക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റപത്രം നൽകുന്നു. അപ്പൊ വയലേഷൻ മൈനർ ആണെങ്കിലാണ് ഇത് ചെയ്യുന്നത്. അതേസമയം അത് ചെയ്തിരിക്കുന്ന ലംഘനം വളരെ വലിയ രീതിയിലുള്ള വയലേഷൻ ആണ്, റൂൾസുമായി ബന്ധപ്പെട്ട മേജർ വയലേഷൻ ആണെങ്കിലോ എന്ത് ചെയ്യും? സ്ട്രിക്റ്റ് ആക്ഷൻസ് ലൈക്ക് ടെർമിനേഷൻ പോലെയുള്ള, പിരിച്ചുവിടൽ പോലെയുള്ള സ്ട്രിക്റ്റ് ആക്ഷൻസും അവർക്കെതിരെ നടത്തിയേക്കാം. ക്ലിയർ ആണോ? ഇപ്പൊ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമിക അന്വേഷണം. ഇവിടെ ഒരു വ്യക്തി ഡിസിപ്ലിനറി ആക്ഷൻ അൺഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലംഘനം നടത്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവരെതിരെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പാടില്ല. മറിച്ച് അവിടുത്തെ അതോറിറ്റീസ് എന്ത് ചെയ്യാം? അവര് അങ്ങനെ ഒരു ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം, അല്ലെ. അങ്ങനെ കൺഫേം ചെയ്യാതെ അവർക്കെതിരെ യാതൊരുവിധ ഡിസിപ്ലിനറി ആക്ഷൻസും എടുക്കാൻ പാടില്ല. ആദ്യം തന്നെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അവിടുത്തെ അതോറിറ്റീസ് നടത്തുക, അതിൽ അവർ ഇത്തരത്തിലുള്ള ഒരു ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. ഇനി നടത്തിയിട്ടുണ്ട് എങ്കിൽ അവർ എത്രത്തോളം തീവ്രതയുള്ള ഒരു ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തുക. ആ തീവ്രത, അവരുടെ ആ ഒരു ലംഘനത്തിന്റെ അല്ലെങ്കിൽ ആ വയലേഷന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചാണ് അവർക്ക് വാണിംഗ് കൊടുക്കുക. മൈനർ ആയിട്ടുള്ള വയലേഷൻസ് ഒക്കെ ആണെങ്കിൽ മുന്നറിയിപ്പുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കേസ് ഷീറ്റ്, കുറ്റപത്രം നൽകാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേസമയം ഒരു വലിയ രീതിയിലുള്ള വയലേഷൻ ആണ് നടത്തിയിരിക്കുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സ്ട്രിക്റ്റ് ആയിട്ട് അവരെ പിരിച്ചുവിടുന്ന, ടെർമിനേഷൻ പോലുള്ള പിരിച്ചുവിടുന്ന പ്രവർത്തനങ്ങളോ ഡിസിപ്ലിനറി ആക്ഷൻസോ അവർക്കെതിരെ നടത്താവുന്നതാണ്. ക്ലിയർ ആണോ? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ്. ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം നൽകുക അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. നോക്കിയേ, a charge sheet is a show cause notice which explains the misconduct done by the employee and the reason for the misconduct in written form. ഇവിടെ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു കുറ്റപത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഷോ കോസ് നോട്ടീസ് ആണ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? എന്താണ് ഒരു ഷോ കോസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ? കാരണം കാണിക്കൽ നോട്ടീസ്, ഇല്ലേ? അതായത് ഇവർ ഇത്തരത്തിലുള്ള ഒരു മിസ്കണ്ടക്ട് ചെയ്തു, ഒരു തെറ്റായ പ്രവർത്തനം ചെയ്താൽ അതിന്റെ അവർക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? ഞാൻ ഇന്നതുകൊണ്ടാണ് അത് ചെയ്തു പോയത് എന്ന് അവർക്ക് ഒരു കാരണം കാണിക്കാനുള്ള ഒരു നോട്ടീസാണ് ഈ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. വിച്ച് എക്സ്പ്ലെയിൻ ദ മിസ്കണ്ടക്ട് ഡൺ ബൈ ദ എംപ്ലോയി. അതിൽ എംപ്ലോയീസ് ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ടാവും.
അത് റീസൺ ഫോർ ദ മിസ്കണ്ടക്ട് ഇൻ റിട്ടൺ ഫോം. അവരെന്ത് ചെയ്യണം, അതിന്റെ റീസൺ എന്തുകൊണ്ട് ഞാനത് ചെയ്തു എന്നതിന്റെ റീസൺ റിട്ടൺ ഫോമിൽ രേഖാമൂലം തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. Once the preliminary investigation is done and it becomes clear that the misconduct is done by an employee, the investigating officer can formulate a charge sheet as soon as possible. ഇപ്പൊ ആ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പഠിച്ചല്ലോ, അത്തരത്തിലുള്ള പ്രാഥമികമായ അന്വേഷണം നടത്തി കഴിയുമ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മനസ്സിലായി ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, അവർക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് രൂപീകരിക്കേണ്ടതാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ രൂപീകരിക്കണം. ഇറ്റ് ഈസ് നോട്ട് എ പണിഷ്മെന്റ്. ഇത് അവർക്ക് ഒരു പണിഷ്മെന്റോ കാര്യങ്ങളോ കൊടുക്കുന്നതല്ല, ജസ്റ്റ് ഒരു വാർണിംഗ് ലെറ്റർ പോലെയാണ്, ഒരു മുന്നറിയിപ്പ് ലെറ്റർ പോലെയാണ് നമ്മൾ നൽകുന്നത്. അതായത് അവർ മനസ്സിലാക്കണം, റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്, അവർ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അലേർട്ട് ഹിം ഓഫ് ദ കോൺസിക്വൻസസ് ഇഫ് ഹി വയലേറ്റ് ദ റൂൾ. അവർ ആ നിയമങ്ങൾ ലംഘിച്ചാൽ അവർക്ക് എന്തൊക്കെ അനന്തരഫലങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള അലേർട്ടും കൂടിയാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. ബട്ട് വൺ തിങ് ദാറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് കീപ് ഇൻ മൈൻഡ് ബിഫോർ ഫ്രെയിമിംഗ് ചാർജ് ഷീറ്റ് is the aptness of the punishment according to the misconduct committed. അവർ ചെയ്തിട്ടുള്ള തെറ്റായ പ്രവർത്തനം എന്താണോ അതിനനുയോജ്യമായ പണിഷ്മെന്റ് എന്താണ് എന്നുള്ളത് ആ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ആരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, ആ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മനസ്സിലാകും ഈ വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഉടനെ തന്നെ അവർ ചാർജ് ഷീറ്റ് രൂപീകരിക്കും. അതെന്ത് ചെയ്യും, ആ വയലേറ്റർ ആരാണോ, അത് ലംഘിച്ചിരിക്കുന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി ആരാണോ, കുറ്റാരോപിതൻ ആരാണോ, ആ വ്യക്തിക്ക് അതൊരു ചാർജ് ഷീറ്റ് കൊടുക്കും, കൈമാറും. അതൊരു ഷോക്ക് കോസ് നോട്ടീസ് ആണ്, അതായത് കാരണം കാണിക്കൽ നോട്ടീസ് ആണ്. അപ്പൊ ഇതിലൂടെ അവർ ചെയ്ത മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അവർ ചെയ്ത ആ ഒരു മിസ്കണ്ടക്ട് എന്താണ്, ആ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കും. അതിനുള്ള ഒരു റെസ്പോൺസ് പോലെ അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ മിസ്കണ്ടക്ട് നടത്തി അതിന്റെ ആ ഒരു റീസൺ ആണ് നമ്മൾ റിട്ടൺ ഫോമിൽ രേഖാമൂലം സമർപ്പിക്കേണ്ടത്. ഇനി ഇവിടെ ആ ഒരു മിസ്കണ്ടക്ട് നടത്തിയത് മാത്രമല്ല, അവർക്ക് ഇത്തരത്തിലൊരു തെറ്റായ മിസ്റ്റേക്കുകൾ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന തെറ്റ് എന്താണോ അതിനനുസരിച്ച് ഇവർക്ക് എന്തൊക്കെ പണിഷ്മെന്റുകൾ കിട്ടും, ഇതിന്റെ ഭാവി അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും ഒരു അലേർട്ട് കിട്ടാനായിട്ട് അവർക്ക് ഈ ഒരു ചാർജ് ഷീറ്റ് വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്, ആദ്യം പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, അതിനുശേഷം എന്താ ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തത് കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ. എന്താ അത്? ഇനി അവര് ആര് വിശദീകരണം നൽകുന്നത്? ആ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയല്ലേ ഇനി വിശദീകരണം നൽകേണ്ടത് അല്ലെ? നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയണം, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയണം, ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം പറയണം അല്ലെ? ഇനി ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ജോലി കഴിഞ്ഞ് അവർ ചാർജ് ഷീറ്റ് കൊടുത്തു, ഇനി എക്സ്പ്ലനേഷൻ കൊടുക്കാണ്, അതിന്റെ പരിഗണിക്കാണ്. എംപ്ലോയി ഓൺ റിസീവിംഗ് ദി ചാർജ് ഷീറ്റ് ക്യാൻ, എംപ്ലോയി ആണ് അത് റിസീവ് ചെയ്യുന്നത്. ചാർജ് ഷീറ്റ് റിസീവ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ദി ചാർജ് ഷീറ്റ്, ആ ഒരു കുറ്റാരോപിതമായിട്ടുള്ള ഒരു കുറ്റപത്രം ഇവർക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. അതായത് സബ്മിറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ അക്സെപ്റ്റിംഗ് ദി ചാർജസ് മെൻഷൻ ഇൻ ദ ചാർജ് ഷീറ്റ്. അതായത് ആ ചാർജ് ഷീറ്റിൽ കുറെ അധികം കുറ്റങ്ങൾ ഇവർ ചെയ്തിട്ടുള്ള തെറ്റുകളെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒന്നാമത്തത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാം, ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാം. അതിനുള്ള എക്സ്പ്ലനേഷൻ, ഞാൻ എന്തുകൊണ്ട് ആ തെറ്റ് ചെയ്തു എന്നതിനുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണം സബ്മിറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തത് അവർക്കത് സ്വീകരിക്കാം, ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ തെറ്റൊക്കെ ഞാൻ ചെയ്തതാണ്, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അത് ചെയ്തു പോയത് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഹി ക്യാൻ റിക്വസ്റ്റ് മാനേജ്മെന്റ് ടു ബി ലീനിയന്റ്. എന്ത് ചെയ്യാം? അപ്പൊ അത്തരത്തിൽ സമ്മതമൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ആ മാനേജ്മെന്റിനോട് കുറച്ചുകൂടി കരുണ കാണിക്കാനായിട്ട് അഭ്യർത്ഥിക്കാം. മനസ്സിലാവുന്നോ? ബട്ട് ഇഫ് ദ എക്സ്പ്ലനേഷൻ സബ്മിറ്റഡ് ബൈ ദ എംപ്ലോയി ഈസ് അൺസാറ്റിസ്ഫാക്ടറി, ഇപ്പൊ ആ എംപ്ലോയി സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു കാരണം എന്ന് പറയുന്നത് ആ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും സംതൃപ്തിയുള്ള ഒരു കാരണമല്ല ഇവർ പറഞ്ഞിരിക്കുന്നത് വിചാരിക്കാം. Then further inquiry should be done by the management before awarding any kind of punishment. എന്ത് ചെയ്യും? ഒന്നും കൂടി ഇതിനെ കൃത്യമായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു എൻക്വയറി അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ
ഇവർക്ക് എന്തെങ്കിലും പണിഷ്മെന്റോ കാര്യങ്ങളോ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ. On the basis of charges admitted, the inquiry officer must record findings, the presence of the employee, and duly signed by him. എന്താ ആ ഒരു ചാർജ് ഷീറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ എൻക്വയറി ഓഫീസർ ഇവർ റെക്കോർഡ് ഫൈൻഡിങ്സ്, അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ അത് കൃത്യമായിട്ട് ഈ ഒരു ചാർജ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയിയുടെ പ്രസൻസിൽ വെച്ച് തന്നെയാണ്, അതുപോലെ തന്നെ അവരിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട്. അപ്പൊ ആക്സെപ്റ്റ് ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയി ആ കുറ്റപത്രം സ്വീകരിക്കുകയാണ്. ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ തെറ്റ് ചെയ്യാനുണ്ടായ കാരണം ഇന്നതൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു. അങ്ങനെ വിശദീകരിക്കുമ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ മാനേജ്മെന്റിനോട് കുറച്ചും കൂടി കരുണ കാണിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ ഇവർ കൊടുത്തിരിക്കുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ അത്ര സംതൃപ്തിയുള്ളതല്ല എങ്കിൽ ഒന്നും കൂടി മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ഫർദർ എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഇവർക്ക് പണിഷ്മെന്റും കാര്യങ്ങളും കൊടുക്കുള്ളൂ. അപ്പോ അത്തരത്തില് ഓൺ ദ ബേസിസ് ഓഫ് ചാർജ് ഷീറ്റ് അഡ്മിറ്റഡ് എന്താ ആ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് അവിടുത്തെ എൻക്വയറി ഓഫീസർ അവർ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ചാർജ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യും. എന്താണ്? റെക്കോർഡ് ഫൈൻഡിങ്സ് റെക്കോർഡ് ചെയ്യും. അതുപോലെ ആ എംപ്ലോയിയുടെ പ്രസൻസിലായിരിക്കും അത് ചെയ്യുന്നത്. അവരിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്യും. ക്ലിയർ അല്ലേ മക്കളെ? അക്സെപ്റ്റ് ദി ചാർജസ് അല്ലേ? അടുത്തതാണ് റെഫ്യൂസ് ദ ചാർജസ് എന്ന് വെച്ചാൽ എന്താ? കുറ്റപത്രം നിരസിക്കാം. In the case of refusal of charges, employee can submit his explanation refusing the charge sheet. ഇനി കുറ്റപത്രം സ്വീകരിക്കുന്നില്ല, ഞാനത് റെഫ്യൂസ് ചെയ്യാണ്, നിരസിക്കുകയും ചെയ്യാം എംപ്ലോയിക്ക്. അങ്ങനെ നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു കുറ്റപത്രം നിരസിക്കുന്നത്? അതിന്റെ കാരണമാണ് എക്സ്പ്ലനേഷൻ ആണ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. In such situation, ഇത്തരത്തിലുള്ള സാഹചര്യമാണെങ്കിൽ പോലും ഈ എൻക്വയറിംഗ് ഓഫീസർ എന്ത് ചെയ്യണം? മസ്റ്റ് എൻക്വയർ ഫർദർ ഇൻ ടു ദ കേസ് ഫർദർ. എന്തുകൊണ്ട് അവർ സ്വീകരിക്കുന്നില്ല? അവർ ഇനി ആ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കുമോ? ശരിയായ ഫാക്ട് അല്ലെങ്കിൽ ശരിയായ യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിന് വേണ്ടി പിന്നെയും എൻക്വയറി ഓഫീസർ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തണം. മനസ്സിലായോ? റിഫ്യൂസ് ദി ചാർജസ് എന്താന്ന് മനസ്സിലായോ? അപ്പൊ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഞാൻ നിരസിക്കാന്ന് പറഞ്ഞാൽ ആ കുറ്റപത്രം നമുക്ക് നിരസിക്കാം. എന്തുകൊണ്ട് നിരസിക്കുന്നു എന്നതിനുള്ള എക്സ്പ്ലനേഷനോട് കൊടുക്കണം. അങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ എൻക്വയറി ഓഫീസർ ഒന്നും കൂടി ഇതുമായി ബന്ധപ്പെട്ട റിയൽ ഫാക്ടുകൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെയും പരിശോധന നടത്തണം. ഓക്കെ അല്ലേ? റിഫ്യൂസ് ദി ചാർജസ് ക്ലിയർ ആണോ? ഓക്കെ, രണ്ടെണ്ണോട് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു വയ്ക്കുകയാണ് കേട്ടോ. ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം എന്താ? ഇനി ചില സമയങ്ങളില് എംപ്ലോയീസിന് എക്സ്പ്ലനേഷൻ നൽകാനായിട്ട് കുറച്ചും കൂടി സമയം ആവശ്യപ്പെടാറുണ്ട്. ഡിമാൻഡ് സം മോർ ടൈം ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ. സാധ്യമാണെങ്കിൽ ദ ടൈം ഷുഡ് ബി എക്സ്റ്റെൻഡഡ്. എന്താ? ഇപ്പൊ എനിക്ക് കുറച്ച് സമയവും കൂടി വേണം, എക്സ്പ്ലനേഷൻ തരാൻ എനിക്ക് കുറച്ച് സമയവും കൂടി വേണം എന്ന് എംപ്ലോയീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ സാധ്യമാണെങ്കിൽ ആ സമയം എന്ത് ചെയ്യാം? നീട്ടി കൊടുക്കുക. അതാണ് ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത്. അടുത്തത് ഫെയിൽ ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ. ഇനി ഇത്തരത്തിൽ സമയം നീട്ടി കൊടുത്തിട്ട് പോലും ഒരു എംപ്ലോയിക്ക് കൃത്യമായ സമയപരിധിക്കുള്ളിൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണം, എന്തുകൊണ്ട് ഈ തെറ്റ് ചെയ്തു എന്നുള്ള വിശദീകരണം സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ദ മാനേജ്മെന്റ് ആൻഡ് ടേക്ക് എനി ആക്ഷൻ അഗൈൻസ്റ്റ് എംപ്ലോയി. പിന്നെ അവർ കാത്തു നിൽക്കേണ്ട കാര്യമില്ല അല്ലെ? ആ മാനേജ്മെന്റിന് ആ എംപ്ലോയിക്കെതിരെ ഏത് നടപടിയും സ്വീകരിക്കാവുന്നതുമാണ്. ഫെയിൽ ടു സബ്മിറ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കത് റിക്വസ്റ്റ് ചെയ്ത് സമയം പരിധി നീട്ടാം. എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിനുള്ള സമയം പരിധി നീട്ടാം. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞിട്ടും നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവിടെ പിന്നെ യാതൊരു വിധത്തിലുള്ള ഒരു കൺസിഡറേഷനും കിട്ടില്ല. ആ എംപ്ലോയിക്കെതിരെ ഏത് രീതിയിലുള്ള നിയമ നടപടികളോ അല്ലെങ്കിൽ ഏത് നടപടിയോ മാനേജ്മെന്റിന് സ്വീകരിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ മനസ്സിലായോ? ഒന്ന് മനസ്സിലാക്കി പഠിച്ച് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ തന്നെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണേ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്ക് ഇത്രയും വരെ, അതായത് 3rd പോയിന്റ്സ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിനോട് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.